ഹായ്, നമ്മൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ. വാട്സപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാട്സപ്പിലുള്ള മറ്റുള്ള ആളുകളുടെ സ്റ്റാറ്റസ് നമുക്ക് മുഴുവനായിട്ട് കാണുന്നില്ല എന്നുള്ളത്. ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് പല ആളുകൾക്കും ഇത് അറിയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അറിയാത്തവരാണെങ്കിൽ കാണുക, അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് നമുക്ക് പണ്ടുള്ള രീതിയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. എന്നാൽ കുറെ ആളുകൾ കംപ്ലൈന്റ് പറയുന്നുണ്ട്. പക്ഷെ ഇത് മുൻപ് വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇപ്പോഴും പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വാട്സപ്പ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് നേരെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് എന്നാണ് ഉള്ളതെങ്കിൽ അവിടെ അപ്ഡേറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അപ്ഡേറ്റ് അല്ല, ഓപ്പൺ ആണ്. കാരണം അപ്ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് നേരെ വാട്സപ്പിലേക്ക് കയറി നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ചാറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ നമുക്ക് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസുകൾ നമുക്ക് ഇവിടെ കാണുന്നത്, ഞാനിട്ട സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണുന്നത്. ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നേരെ താഴേക്കായിരുന്നു നമുക്ക് വന്നിരുന്നു. നേരെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റിയിരുന്നു. ഇത് ഇപ്പൊ നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. മുഴുവനായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം അതെന്താണ് കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ഇവിടെ താഴെ കണ്ടില്ലേ, ഇവിടെ ചാനൽസ് പറയുന്ന ഓപ്ഷൻ കുറച്ച് മുൻപായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഒന്നുകിൽ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ കൈ തട്ടിയിട്ടോ ചിലപ്പം ഏതെങ്കിലും ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇവിടെ 2 ചാനലുകൾ ഞാനിവിടെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ വാട്സപ്പിന്റെ ഈ സ്റ്റാറ്റസുകളൊക്കെ ഈ രീതിയിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഫസ്റ്റ് ആ ലേൺ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. ആ ചാനൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അൺഫോളോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ട് അൺഫോളോ ചെയ്യട്ടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അൺഫോളോ കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഇനി നോക്കൂ, അപ്പോഴും സ്റ്റാറ്റസ് അതേപോലെ തന്നെയാണ് കാണുന്നത്. കാരണം എന്താണ്, ഇനി ഒരു സ്റ്റാറ്റസ് കൂടി അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ഇനി ഒരു ചാനൽ കൂടി ബാക്കിയുണ്ട് അല്ലെ. ആ ചാനലിന്റെ മേലെ കൂടി ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ അൺഫോളോ എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അൺഫോളോ ചെയ്യുക. അതിനുശേഷം നോക്കാം നമുക്ക് പണ്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇവിടെ നമുക്ക് അൺഫോളോ കൊടുത്തു കണ്ടല്ലേ. 2 ചാനൽ പോയി കഴിഞ്ഞ സമയത്ത് കണ്ടോ, പണ്ടുള്ള രീതിയിലേക്ക് നമുക്ക് സ്റ്റാറ്റസുകൾ മാറി വന്നിട്ട് ഇപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മറ്റുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസുകൾ നമുക്ക് കാണാൻ സാധിക്കും.